ഹരിയാന ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വമ്പൻ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഹരിയാന കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷ ഇതോടെ ഇല്ലാതായി. രാഹുൽ ഗാന്ധി അടക്കം ഹരിയാനയിൽ സന്ദർശനങ്ങൾ നടത്തുകയും ഹരിയാനയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവ ചോദിക്കാനും മുന്നിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് ശക്തമായൊരു പിന്തുണ ഹരിയാനയിൽ കിട്ടിയില്ലെന്നുള്ളത് തികച്ചും അത്ഭുതകരമാണ്. ഹരിയാനയിൽ മിന്നും ചെയ്തതിലൂടെ BJP മൂന്നാമതും അധികാരത്തിലേറി. എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തിയാണ് BJPയുടെ താമരത്തിളക്കം. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുന്നേറിയ കോൺഗ്രസ് പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയും യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. നായബ് സിംഗ് സെയിന് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാനാണ് സാധ്യതകൾ. കർഷകർ വരെ BJPക്ക് വോട്ട് ചെയ്തെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തുടക്കത്തിൽ ലീഡ് നിലയിൽ പാർട്ടിക്ക് മുന്നേറ്റമെന്ന പല സൂചനകൾ വന്നതോടെ ആഘോഷം തുടങ്ങിയ കോൺഗ്രസ് ലീഡിൽ വമ്പൻ ട്വിസ്റ്റ് വന്നതോടെ നിശബ്ദമായി മാറി. ഹരിയാനയിലെ വിജയാഹ്ലാദം പ്രകടിപ്പിക്കാൻ ദില്ലിയിൽ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകരെ വൈകിട്ട് കാണുമെന്നാണ് നിലവിലെ സൂചന. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നീക്കവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ഫല സൂചനകൾ വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ലീഡ് നില മാറിമറിഞ്ഞു വരുന്ന ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ ഗുസ്തി താരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഫോഗട്ട് തന്റെ ലീഡ് തിരിച്ചുപിടിക്കുകയുണ്ടായി. ആദ്യ 1 മണിക്കൂറിൽ മുന്നിലായിരുന്ന വിനേഷ് പിന്നീട് രണ്ടാമതായി വോട്ടെണ്ണൽ പുരോഗമിക്കവേ ലീഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു. പതിറ്റാണ്ടിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീർ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേറുകയാണ്. ഉമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. BJPയുടെ ലീഡ് ജമ്മു മേഖലയിൽ മാത്രം ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. മെഹബൂബ മുഫ്തിയുടെ PDP 2 സീറ്റിൽ ഒതുങ്ങിപ്പോയി. കാശ്മീരിൽ മത്സരിച്ച 2ഇടത്തും ഒമർ അബ്ദുള്ള മുന്നേറി. ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിനുള്ളിലെ സാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് വിനേഷ് ഫോഗട്ടിന്റെ ഈ വിജയം നൽകുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേറിയില്ലെങ്കിലും തലസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അധികാരം പിടിച്ചെടുത്തു. അതിനാൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.